ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. കേക്കിൻ്റെ ഡെക്കറേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ രാവിലെ 8 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 kg കേക്ക് ഉണ്ട്. ഇത് വാനിലയാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. പിന്നെ 8 മണിക്കൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ 10 ഇഞ്ചിലാണ് 2 kg സ്ക്വയർ കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പീച്ച് കളറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ, കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സെൻറ്റർ ഭാഗത്തായിട്ട് വലിയ ഫ്ലവറും താഴോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവറും ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള സ്ക്വയർ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. ഈ സ്ക്വയറിൻ്റെ 2 കോർണറിലും മാത്രമേ ഈ ഒരു ഡെക്കറേഷൻ വന്നിട്ടുള്ളൂ. പിന്നെ ബാക്കി വന്നിട്ടുള്ള 2 കോർണറിലായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ നോസിൽ വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ താഴെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ്. പിന്നെ കുറച്ച് ലീഫ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നെയിമും അതേ സെയിം കളർ വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ കസ്റ്റമർ നമുക്ക് ഫോട്ടോ വിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഇതേപോലെ ആ കളർ വെച്ചിട്ട് തന്നെയാണ് പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡെക്കറേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു 2 kg സ്ക്വയർ കേക്ക് കേട്ടോ. അപ്പോൾ അത് ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂരിയാണ്. അപ്പോൾ രാവിലെ എണീറ്റ പഠനം ഇതിനുള്ള മാവെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ കേക്ക് ചെയ്ത് കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ കറിയായിട്ട് സോയാബീൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ സോയാബീൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് തന്നെയാണ് ലഞ്ചിനും മക്കൾക്ക് കൊടുക്കാറുള്ളത്. അവർക്കങ്ങനെ ചോറ് ഇപ്പോൾ വലിയ ഇഷ്ടമില്ല കേട്ടോ, ചോറ് കൊണ്ടുപോകണത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലാണെങ്കിൽ അതന്നെ കൊടുക്കാറാണ്. അപ്പോൾ സനു ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അവനക്ക് നേരത്തെ വണ്ടി വരും കേട്ടോ. അപ്പോൾ 2 പേരെ ലഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സനു പോയതിൻ്റെ ശേഷം പിന്നെ പോവാൻ കുറച്ചൊരു ലേറ്റായിട്ട് പോയാലും മതി. അവന് സ്കൂൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവനെ ഒന്ന് നമുക്ക് നടന്നു പോയിട്ട് ആക്കി കൊടുക്കാനും വിളിച്ചു കൊണ്ടുവരാനും ഉള്ള ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ ഇവൻ്റെ കുളിക്കലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് സ്വന്തം ചെയ്യിക്കൂട്ടാ. സാവകാശം ചെയ്യുള്ളൂ, പെട്ടെന്നൊന്നും ചെയ്യില്ല കേട്ടോ സാവകാശം. അപ്പോൾ ആ ബെല്ലടിക്കണ ഒരു കറക്റ്റ് ടൈമിന് അവിടെ എത്തുള്ളൂ. ചിലപ്പോൾ ബെല്ലടിച്ചിട്ടൊക്കെ ആയിരിക്കും സ്കൂളിൽ എത്തുക. അപ്പോൾ അത് പോകാനുള്ള പരിപാടി കേട്ടോ. വേഗമൊന്നും ആളങ്ങോട്ട് ഇറങ്ങി കിട്ടൂല. അങ്ങനെ ഹസ്ബൻഡും മക്കളെല്ലാവരും പോയി കഴിഞ്ഞതിൻ്റെ ശേഷം രാവിലെ എണീറ്റ് ഉടനെ നമ്മളിപ്പോൾ ഡ്രസ്സ് അലക്കാനുള്ള ദിവസമാണെങ്കിൽ അത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കും കേട്ടോ. ഡെയിലി ഒന്നും അലക്കാണ്ടാവാറില്ല. അപ്പോൾ ഉള്ള ദിവസം നമ്മളത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. പിന്നെ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ എല്ലാ വർക്കും തിരക്കെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അത് ഓൺ ചെയ്തിടും. പിന്നെ നമുക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോണറ്റിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോണറ്റ് ഹോൾസ് ഇല്ലാതെയാണ് അവർക്ക് വേണ്ടത്. എന്നിട്ട് അതിനകത്ത് ന്യൂട്ടെല്ല ഫില്ല് ചെയ്തിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഹോൾസ് ഇടാതെ ഒരു ബോൾ പോലെ ആക്കി വെക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ പൊങ്ങി വരുന്ന ടൈമിൽ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ചെറിയൊരു ഹോളാക്കിയതിൻ്റെ ശേഷം സൈഡ് ഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് പൈപ്പിംഗ് ബാഗിൽ ന്യൂട്ടെല്ലാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ബാക്കി ബാക്കി ഉണ്ടായിരുന്നത് ഇതുപോലെ സ്വിസ് റോൾ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ ഉള്ളിലായിട്ട് ന്യൂട്ടെല്ല തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഒരു ഉച്ചക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കേക്ക് കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കേക്കാണുള്ളത്. അത് ഒരു ബർത്ത്ഡേ ടീമിന് തന്നെയാണ് 2 കേക്കുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്പർ 1 എന്നുള്ള കേക്കാണുള്ളത്. പിന്നെ അതുപോലെ ഒരു 2 ടയർ കേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്പർ 1 എന്നുള്ളത് നമ്മളിപ്പോൾ 9 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലാണ് ബേക്ക് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ 1 ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു എന്താ പറയുക നീളമുള്ള ബേസിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള 2 ടയർ കേക്കാണിത്. ഇത് നമുക്ക് വന്നിട്ടുള്ളത് 2 kg ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ താഴെ ഭാഗത്തായിട്ട് 8 ഇഞ്ചും അതിൻ്റെ മുകളിലായിട്ട് 5 ഇഞ്ചും ആണ് കൊടുത്തിട്ടുള്ളത്. നമ്പർ 1 കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസും പിന്നെ അതുപോലെ സ്റ്റാർ നോസിലും അതുപോലെ തന്നെ ഷെൽ നോസിലൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ഫോണ്ടൻറ്റിൽ ഒരു സൈഡിലായിട്ടാണ് നെയിം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ ശേഷം കസ്റ്റമർ വീട്ടിൽ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് കേക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയും അതുപോലെ തന്നെ ഡെക്കറേഷൻസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്